പരിശുദ്ധ പരമ ദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനാപൂർവം കുർബാന അനുഭവ ധ്യാനത്തിൻ്റെ 23-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കാം. ഈ നാളുകളിൽ ദൈവം തന്നുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും നന്ദിയോടുകൂടി നമുക്ക് ഓർമ്മിക്കാം. കുർബാന അനുഭവമായി മാറണമെങ്കിൽ പ്രാർത്ഥനകളെല്ലാം പുസ്തകത്തിൽ നോക്കി നല്ല ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ചൊല്ലിയാൽ മാത്രം പോരാ. അത് വേണ്ടെന്നല്ല പറയുന്നത്, അത് മാത്രം പോരാ. ജീവിതത്തിൻ്റെ ഒരു ഒരുക്കം ഉണ്ടാകണമെന്നാണ് നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. ജീവിതത്തിലെ നഷ്ടങ്ങളുടെ മുൻപിൽ, ജീവിതത്തിലെ തകർച്ചകളുടെ മുൻപിൽ നന്ദി പറയുന്ന ഹൃദയം ഉള്ളവർക്കാണ് കുർബാന അനുഭവമായി മാറുന്നത്. സിഹിയോൻ ശാലയിൽ ഈശോ കുർബാന സ്ഥാപിച്ച ശേഷം നേരെ ഗത്സമനിയിലേക്കാണ് പോകുന്നത്. അവിടെ ഈശോ പ്രാർത്ഥിച്ചത് എന്താണ്? പിതാവേ, എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈശോ അങ്ങനെ പ്രാർത്ഥിച്ച് ഒരു പരിശീലനം നേടുകയാണ്. കാൽവരിയിൽ ക്ഷമിക്കണമെങ്കിൽ അതിനു മുൻപ് ഈശോ ഗത്സമനിയിൽ മുട്ടുകുത്തി കമിഴ്ന്നു കിടന്ന് പ്രാർത്ഥിച്ചു, പിതാവേ, എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മളൊന്ന് ധ്യാനിക്കാൻ പോകുന്നത്, ഒരുപക്ഷെ നിങ്ങൾക്ക് ചില സംശയങ്ങൾ മാറുവാൻ കൂടി അത് സഹായിക്കുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ കാൽവരിയിൽ കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ ഉള്ളുരുകി പിതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചല്ലോ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു. സത്യത്തിൽ ഇതേക്കുറിച്ച് ഉപരിപഠനം നടത്തിയ ചില വ്യക്തികൾ, ഞാനിത് ആലുവ സെമിനാരിയിൽ കുർബാനയെക്കുറിച്ച് പഠിപ്പിക്കുന്ന സിബി പുളിക്കലച്ചൻ്റെ ഒരു ധ്യാനത്തിൽ പങ്കെടുത്തപ്പോഴാണ് എനിക്കിതിൻ്റെ വ്യാഖ്യാനം മനസ്സിലായത്. അത് എന്നെ കേൾക്കുന്ന നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ഞാനും ഓർക്കാറുണ്ട്, ഇത്രയും ഈശോയ്ക്ക് ആത്മവിശ്വാസമുണ്ടായിട്ടും എന്തുകൊണ്ടാണ് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്ന് വിളിച്ച് കരയുന്നത്? എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുർബാന നല്ലൊരു അനുഭവമായിട്ട് മാറും. എന്താണെന്നറിയാമോ? ഇത് സത്യത്തിൽ ഒരു കരച്ചിലല്ല, ഇതൊരു പ്രാർത്ഥനയാണ്. എന്താണെന്നറിയാമോ? ഇത് 22-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യമാണ്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു. നിലവിളിയല്ല, സ്തുതിയാണ്. ഇനി യഹൂദന്മാരുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് അവർ സങ്കീർത്തനം മാത്രമാണ് പ്രാർത്ഥിച്ചിരുന്നത്. അത് പല യാമങ്ങളിലും മാറി മാറി പ്രാർത്ഥിക്കുമായിരുന്നു. അന്ന് ജപമാലയൊന്നുമില്ലായിരുന്നല്ലോ, അന്ന് ബാക്കി പുതിയ നിയമമില്ലായിരുന്നല്ലോ. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, ഒരു നിയമമുണ്ട്. ഏതെങ്കിലും ഒരു സങ്കീർത്തനം തുടങ്ങിയാൽ ആ സങ്കീർത്തനം അവർ പൂർത്തിയാക്കണം. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ദൈവമേ, 119-ാം സങ്കീർത്തനം എങ്ങാനും തുടങ്ങിയാൽ അവൻ എത്ര സമയം കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ അവൻ അവിടെ പ്രാർത്ഥിക്കേണ്ടി വരും. പക്ഷേ ഇതിന് ഒരു ഒഴിവ് കൂടി പറയുന്നുണ്ട്. ഒരാൾ ഒരു സങ്കീർത്തനം ആരംഭിച്ചു, അപ്പോൾ ഒരു കൊച്ചുകുട്ടി, ആ കുട്ടിക്ക് പിന്നെ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ആ കുട്ടിയുടെ അമ്മ അല്ലെങ്കിൽ പപ്പ അടുത്ത് നിൽക്കുന്ന ഒരാൾക്ക് വേണമെങ്കിൽ അത് പൂർത്തിയാക്കിയാൽ മതി. ഇനി വേറൊരു കാര്യം പറയുന്നത്, ഒരു രോഗാവസ്ഥയിൽ ഒരാൾ ഒരു സങ്കീർത്തനം ആരംഭിച്ചു, അപ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ ഉത്തരവാദിത്വമാണ് അത് പൂർത്തിയാക്കുക എന്നുള്ളത്. ഇനി പ്രിയപ്പെട്ടവരെ, ഈ 22-ാം സങ്കീർത്തനം നമ്മൾ വെറുതെ ഒന്ന് നോക്കുക. ഞാൻ ആദ്യമൊക്കെ ദൈവമേ ഇത് വായിച്ചപ്പോൾ ചില നെഗറ്റീവ് ചിന്തകളൊക്കെ എൻ്റെ മനസ്സിലേക്ക് വന്നു. എൻ്റെ തന്നെ ജീവിതത്തിൻ്റെ ചില അനുഭവങ്ങളൊക്കെ. 6-ാമത്തെ വാക്യമാണെന്നാണ് എൻ്റെ ഓർമ്മ. എന്നാൽ ഞാൻ മനുഷ്യനല്ല, കൃമിയത്രേ, മനുഷ്യർക്ക് നിന്ദാപാത്രവും ജനത്തിന് പരിഹാസ വിഷയവും, കാണുന്നവരെല്ലാം എന്നെ അവഹേളിക്കുന്നു, അവർ കൊഞ്ചനം കാട്ടുകയും പരിഹസിച്ച് തലയാട്ടുകയും ചെയ്യുന്നു. ഞാനിതൊക്കെ അനുഭവിച്ചതാണ്. അവൻ കർത്താവിൽ ആശ്രയിച്ചല്ലോ, അവിടുന്ന് അവനെ രക്ഷിക്കട്ടെ. ഇതൊക്കെ. പക്ഷേ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഈ നെഗറ്റീവ് ചിന്ത മാറി. നമ്മൾ കുർബാനയ്ക്കകത്ത് കാഴ്ചവെപ്പിൻ്റെ പ്രാർത്ഥനയുണ്ടല്ലോ, ദരിദ്രർ ഭക്ഷിച്ച് തൃപ്തരാകും. അതൊക്കെ 22-ാം സങ്കീർത്തനത്തിലാണുള്ളത്. അത് നമ്മുടെ ഉള്ളിലേക്ക് വരും. അപ്പോൾ സത്യത്തിൽ 22-ാം സങ്കീർത്തനം എന്ന് പറയുന്നത് തകർച്ചകളിലും സ്തുതിക്കുവാനുള്ള കൃപ കിട്ടുവാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് ധ്യാനിക്കുന്നത്. ഇതേക്കുറിച്ച് ഉപരിപഠനം നടത്തിയ ഒരു വൈദികൻ കണ്ടെത്തിയ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് ഉച്ചത്തിൽ നിലവിളിച്ചു. അവൻ ഉച്ചത്തിൽ നിലവിളിച്ചു. എന്തുകൊണ്ടാണ് ഉച്ചത്തിൽ നിലവിളിച്ചത്? നമ്മൾ ഒരു സാധാരണ ഉദാഹരണം പറഞ്ഞാൽ, കുട്ടികളൊക്കെ ചിലപ്പോൾ തട്ടി വീഴുമ്പോൾ ഉറക്കെ കരയും. വേദനിച്ചത് കൊണ്ട് മാത്രമല്ല, അപ്പുറത്ത് പപ്പായോ മമ്മിയോ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കാണണം, അവരൊരു തലോടൽ കിട്ടണം. അങ്ങനെയൊക്കെയാണ് സൈക്കോളജിസ്റ്റ് പറയുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഈശോ വേദനിച്ചത് കൊണ്ട് മാത്രമല്ല കരഞ്ഞത്, ആരൊക്കെയോ ഇത് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ആരാണെന്നറിയാമോ? ദൂരെ നിൽക്കുന്ന അപ്പസ്തോലന്മാർ ഇത് കേൾക്കണം. എന്തുകൊണ്ടാണ്? ഞാൻ നേരത്തെ പറഞ്ഞത് മറക്കരുത്. ഏതെങ്കിലും ഒരു സങ്കീർത്തനം ഒരാൾ തുടങ്ങി
അയാൾക്ക് അത് സ്വന്തമായിട്ട് പൂർത്തിയാക്കാൻ പറ്റാതെ മരണത്തിലേക്കോ അല്ലെങ്കിൽ രോഗാവസ്ഥയിലേക്കോ സ്ട്രോക്ക് വന്ന് അബോധാവസ്ഥയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ കേട്ടു നിൽക്കുന്നവരാണ് അത് പൂർത്തിയാക്കേണ്ടത്. ഈശോ ഉച്ചത്തിൽ നിലവിളിച്ച് ജീവൻ വെടിഞ്ഞു. തൊട്ടു മുൻപ്, അവൻ ജീവൻ വെടിയുന്നതിന് തൊട്ടു മുൻപാണ് ഇത് ഉച്ചത്തിൽ നിലവിളിച്ചത്. അപ്പോൾ ഈ അച്ഛൻ കണ്ടെത്തിയ നിഗമനം എന്താണെന്നറിയാമോ? അപ്പുറത്ത് ഈശോയുടെ കൂടെ നിന്ന അപ്പസ്തോലന്മാര് ഇനി ഈ സങ്കീർത്തനം പൂർത്തിയാക്കണം. പ്രിയപ്പെട്ടവരെ, ഇനി നമ്മൾ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. ഓരോ കുർബാനയിലും ഈശോയുടെ ഈ നിലവിളി നമ്മൾ കേൾക്കണം. കാരണം കുർബാനയ്ക്കകത്ത് ഈശോയുടെ ജനനവും മരണവും ഉത്ഥാനവും പീഡാനുഭവവും മുഴുവനുണ്ട്. 1 കൊരിന്തോസ് 11:26 ഇങ്ങനെയാണ്: നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം, അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുകൊണ്ടാണ് ജോൺ ബോൾ മാർപ്പാപ്പ നമ്മൾ ഈ പഠനത്തിനൊക്കെ ആധാരമായിട്ട് സ്വീകരിച്ചിരിക്കുന്ന സഭയും പരിശുദ്ധ കുർബാനയും എന്ന ചാക്രിക ലേഖനത്തിൽ പറയുന്നത്, നാം ഓരോ കുർബാനയിലും മനസ്സുകൊണ്ട് സിഹിയോനിലും കാൽവരിയിലുമായിരിക്കണം. നാമും ഇത് കേൾക്കണം: എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചുവെന്ന് ഈശോ കരയുന്നത്, ഈശോ സ്തുതിക്കുന്നത്. യഥാർത്ഥത്തിൽ കരച്ചിലല്ല, സ്തുതിയാണ്. അത് ഓരോ കുർബാനയിലും നമ്മൾ കേൾക്കണം. എന്നിട്ട് ഈ സങ്കീർത്തനത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമ്മൾ പൂരിപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, നാവ് കൊണ്ട് പൂരിപ്പിക്കാൻ എളുപ്പമാണ്. ഒരു 10 മിനിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ 22ാം സങ്കീർത്തനം എടുത്ത് ബാക്കി മുഴുവൻ വായിച്ച് നമുക്ക് തീർക്കാം. വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു കൊച്ചു സഹനം നിനക്ക് ജീവിതത്തിൽ ഉണ്ടായി. ഒരിക്കലും ആഗ്രഹിക്കാത്ത തരത്തിൽ ഒരു വ്യക്തി നിന്നെ കുറിച്ച് ഏതെങ്കിലും മോശമായിട്ട് പറഞ്ഞു. അപ്പോൾ ആ വ്യക്തിയെ അനുഗ്രഹിച്ച് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഈ സങ്കീർത്തനത്തിൻ്റെ 3ഉം 4ഉം വരികൾ നീ ചൊല്ലി പൂർത്തിയാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓരോ അവസരത്തിലും നമുക്ക് എത്രയെത്ര അവസരങ്ങൾ കിട്ടും. ഒരു ദിവസം കുർബാന കഴിഞ്ഞ് പിറ്റേ ദിവസം കുർബാനയ്ക്ക് വരുന്നതിന് മുൻപ് ഈ 22ാം സങ്കീർത്തനത്തിൻ്റെ ആദ്യ വരികൾ യേശുവിൽ നിന്നും കേട്ട ശേഷം, പിന്നെ ജീവിതത്തിലെ തിക്താനുഭവങ്ങൾ, ആഗ്രഹിക്കാത്ത അനുഭവങ്ങൾ സന്തോഷത്തോടെ സമർപ്പിച്ച് വരുമ്പോൾ ഈ 22ാം സങ്കീർത്തനം നമ്മൾ പൂർത്തിയാക്കിയാണ് വരുന്നത്. യഹൂദ സ്ത്രീകൾ കുട്ടികളൊക്കെ ചിലപ്പോൾ ഉറങ്ങിപ്പോകുമ്പോൾ ആ കുട്ടികളുടെ ചെവിയിൽ പോയി സങ്കീർത്തനം പാടുമെന്നുള്ള ഒരു പാരമ്പര്യം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കാണാമല്ലോ, അമ്മമാർ ചിലപ്പോൾ കുഞ്ഞുങ്ങൾ കുരിശ് വരയ്ക്കാതെ കിടന്നാൽ ഉറങ്ങിപ്പോയാൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കുഞ്ഞുങ്ങളുടെ നെറ്റിയിൽ പോയി കുരിശ് വരച്ച് അത്താഴം കഴിച്ച് വൈകുന്നേരം രാത്രിയിൽ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഒരുപക്ഷെ പരിശുദ്ധയമ്മ എത്രയോ വട്ടം ഈശോയുടെ കാതുകളിൽ പോയി, അവർക്ക് കുരിശുവരയില്ലായിരുന്നല്ലോ, ഈ സങ്കീർത്തനങ്ങൾ ചൊല്ലിക്കൊടുത്തു കാണും. അപ്പോൾ ഒക്കെ എന്താണ് ഈശോ അതുകൊണ്ടായിരിക്കാം ഈശോ ഈ പ്രാർത്ഥന അവിടെ ചൊല്ലുന്നത്. അതുകൊണ്ടാണ് ഈശോയ്ക്ക് കുരിശിൽ നിന്നും ഇടങ്ങുവാനായിട്ട് ഒത്തിരി പ്രലോഭനമുണ്ടായി. നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക, ഇറങ്ങി വരിക. നമുക്കും അങ്ങനെ പ്രലോഭനങ്ങളുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ആ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ നമ്മൾ ഈ കരച്ചിൽ കേൾക്കണം: എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, നമുക്ക് കുർബാന അനുഭവമായി മാറണമെങ്കിൽ ഞാൻ ഈ 2ാമത്തെ ചിന്ത ഇന്ന് അല്പം നേരത്തെ അവസാനിപ്പിക്കുകയാണ്. അതായത് സഹനങ്ങളെ ഓർത്ത് നന്ദി പറയുന്ന ഒരു ഹൃദയം നമുക്ക് ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ഓരോരുത്തരും ഓർമ്മിക്കുക, ജീവിതത്തിൽ ആഗ്രഹിക്കാത്ത അനുഭവങ്ങൾ വരുമ്പോൾ അതെല്ലാം സമർപ്പിച്ചാൽ, അതെല്ലാം കുർബാനയിലേക്ക് കാഴ്ചയായി സമർപ്പിച്ചാൽ അതെല്ലാം അനുഗ്രഹമായി മാറും. ഞാനൊരു സാധാരണ ഒരു ഉദാഹരണം പറഞ്ഞ് ഈ വചനത്തിൻ്റെ അവസാനിപ്പിക്കാം. വെറുതെ പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു പേരാണ് രാജു. രാജു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ ഭാര്യയുടെ പേര് ഷീന. ഞാൻ വെറുതെ ഒരു സാങ്കല്പിക പേരുകൾ പറയുന്നതാണ്. കേൾക്കുന്നവരാരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളെ ഉദ്ദേശിച്ചൊന്നുമല്ല. ഇവർ രണ്ടുപേരും ഒരു ദൈവാനുഭവത്തിലേക്ക് വന്നു. ഇവർ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് എല്ലാ ദിവസവും പോയി. ഇവർക്ക് രാജുവിന് നല്ല ബോധ്യം കിട്ടി. എന്താണ്? ജീവിതത്തിലെ സഹനങ്ങളൊക്കെ അൾത്താരയിൽ സമർപ്പിച്ചാൽ അതൊക്കെ അനുഗ്രഹങ്ങളായി മാറും. അതായത് നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന, ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ. ഇവരെല്ലാ ദിവസവും രാവിലെ പള്ളിയിലേക്ക് പോകും. രാവിലെ അവരുടെ ഇടവക പള്ളിയിൽ 6:30-ക്കാണ് കുർബാന. ഒരു 15 മിനിറ്റ് ഡ്രൈവ് ഉണ്ട്. ഒരു 10 മിനിറ്റ് പള്ളിയിൽ പോയിരിക്കാൻ വേണ്ടിയിട്ട് 6:10 രാജു റെഡിയാകും. ഷീന എല്ലാ പുതിയ തരത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഒരുങ്ങി വരുമ്പോൾ 6:20 പള്ളിയിൽ ചെല്ലുമ്പോൾ കുർബാനയിലെ ആദ്യത്തെ പ്രാർത്ഥന തുടങ്ങിയിരിക്കും. രാജുവിന് ഭയങ്കര ദേഷ്യം. അവനെല്ലാ ദിവസവും ഇവളെ ചീത്ത പറഞ്ഞുകൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത്. കുർബാനയുടെ സമയത്ത് മുഴുവൻ ഇങ്ങനെയാണ്. പക്ഷേ അവനൊരു അനുഭവം കിട്ടി. ഈ
തകർച്ച, ഈ ഒരു വിഷയം, ഇവളുടെ സ്വഭാവത്തിൻ്റെ ഈ പ്രത്യേകത, അത് തന്നിലുണ്ടാക്കുന്ന മനസ്സിൻ്റെ വേദന, അത് കാഴ്ചയായിട്ട് ഈശോയുടെ കയ്യിലേക്ക് കൊടുത്ത് ഇതിനെ ഓർത്ത് നന്ദി പറയാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിചാരിക്കണം, ഇതൊരനുഭവമാണ്. ഒരു 2 ആഴ്ച ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ രാവിലെ 6:10 കാറിൻ്റെ മുൻപിൽ വന്നിരുന്ന രാജു വരുന്നതിന് 5 മിനിറ്റ് മുൻപ് ഷീന വരാൻ തുടങ്ങി. നിങ്ങളിത് വിശ്വസിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സഹനങ്ങളെ ഓർത്ത് നന്ദി പറയുവാനും ആ സഹനങ്ങളൊക്കെ കാഴ്ചയായി കുർബാനയിലേക്ക് ചേർത്ത് വയ്ക്കുവാനും കഴിയുമ്പോൾ കുർബാന നമുക്ക് അനുഭവമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. കർത്താവെ, വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. സഹനങ്ങളെ ഓർത്ത് നന്ദി പറയുവാനും, ഇഷ്ടമില്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ഇഷ്ടമില്ലാത്ത നെഗറ്റീവ് അനുഭവങ്ങൾ കാഴ്ചയായി അൾത്താരയിലേക്ക് സമർപ്പിക്കുമ്പോൾ ഞാൻ മാത്രമല്ല, ആർക്കു വേണ്ടിയാണോ, ആരെ ഓർത്താണോ ഞാൻ വേദനിച്ചത്, ആ വ്യക്തിയുടെ ജീവിതത്തിൽ പോലും മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഇന്ന് ഞങ്ങളെ അങ്ങ് പഠിപ്പിച്ചല്ലോ. കർത്താവേ, കുർബാനയെ ഓർത്ത് നന്ദി പറയുന്നു. ഓരോ കുർബാനയിലും ഈ ഒരു അനുഭവം ഞങ്ങൾക്ക് തരണമേ. ഓരോ കുർബാന കഴിയുമ്പോഴും ഞങ്ങളുടെ ഉള്ളിലേക്ക് ഒരു അഭിഷേകം നിറയ്ക്കണമേ. കുർബാനയിൽ പങ്കെടുത്ത് ഞങ്ങളുടെ ഹൃദയം മാറട്ടെ. പ്രിയപ്പെട്ടവരെ, മറ്റാർക്കും തരാൻ കഴിയാത്ത ആശ്വാസം കുർബാനയിൽ തരും. ഞാൻ അവസാനിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ പ്രേരിതനായി ഒരു പ്രവാചക സ്വരത്തോടുകൂടി ഞാൻ പറയുന്നു, ജീവിതത്തിൽ നിങ്ങൾക്ക് ആശ്വാസം തരാൻ ഈ ഭൂമിയിൽ ആരാശ്വസിപ്പിച്ചാലും പിന്നെയും ആ ദുഃഖം അവശേഷിക്കും. പക്ഷേ കുർബാനയിൽ ഈശോ നിങ്ങളെ ആശ്വസിപ്പിച്ചാൽ ആ ആശ്വാസം നിങ്ങളുടെ ഉള്ളിൽ വലിയ ആനന്ദമായിട്ട് മാറും. കർത്താവെ, അവിടുത്തെ പരിശുദ്ധ രക്തം കൊണ്ട് എല്ലാ മക്കളെയും മുദ്ര ചെയ്യുന്നു. എല്ലാവരെയും അവിടുന്ന് ഈ കുർബാന അനുഭവ ധ്യാനം പൂർത്തിയാക്കാനുള്ള അഭിഷേകം കൊടുക്കണമേ. ഇവരുടെ ജീവിത പരിസരങ്ങളെ ആശീർവദിക്കണമേ. ഉള്ളിൽ സന്തോഷം കൊടുക്കണമേ. മനസ്സിൻ്റെ വേദനകളെല്ലാം വിട്ടുപോകട്ടെ. ആരൊക്കെയോ വേദനിക്കുന്നവർ ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പുറമേ ചിരിച്ചുകൊണ്ട് നടക്കുമ്പോഴും വേദനിക്കുന്ന മക്കളെ ഈശോ ഓരോ കുർബാനയിലും നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. യേശുവിൻ്റെ സാന്നിധ്യം കുർബാനയിൽ അനുഭവിക്കുമ്പോൾ അതൊരാശ്വാസമായി മാറട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെയും പ്രത്യേക സംരക്ഷണവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.